ഹായ് കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് പൊടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിക്കുന്നവർക്ക് എങ്ങനെ സോപ്പ് പൊടി ഉണ്ടാക്കുന്നത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ സോപ്പ് പൊടി ഉണ്ടാക്കാനായിട്ട് കിറ്റിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്, ഒരു പാക്കറ്റിലാണ് വരുന്നത്. സ്ലറി പ്രത്യേകം നമ്മൾ കുപ്പിയിൽ കൊടുത്തേക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണ് കേട്ടോ, അതിനകത്ത് ചേർക്കാനുള്ള കളറാണ്. ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് സ്ലറി കേട്ടോ. ഈ ഒരു സാധനത്തെക്കുറിച്ച് എനിക്ക് പറയാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ എത്ര കരി പിടിച്ച പാത്രങ്ങൾ ഇരുന്നാലും ഈ ഒരു സ്ലറി ഒരു തുള്ളി ഒഴിച്ച് നമ്മൾ തേച്ച് വൃത്തിയാക്കി ഞാൻ അടിപൊളിയായിട്ട് അഴുക്കെല്ലാം പോകും കേട്ടോ. അപ്പോൾ ഈ സോപ്പ് പൊടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് എടുക്കണം കേട്ടോ. അതുപോലെ ഗ്ലൗസ് നിർബന്ധമാണ്. നമ്മളിത് ഈ പൊടികളെല്ലാം കൂടെ തട്ടിയിട്ട് സ്ലറി ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കാനും മറന്നു പോകരുത്. അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലർജിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ സ്ലറി ഒഴിക്കുമ്പോൾ കയ്യിൽ നല്ല ചൂട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ സോപ്പ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അടുത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടൊക്കെ വേണം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സാധാരണ മക്കൾ സ്കൂളിലൊക്കെ പോയ ശേഷമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് എല്ലാ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും വരരുത്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല പൊടി വരും. പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈ കൊണ്ട് അളക്കുമ്പോൾ കുഞ്ഞ് തരിതരിയായിട്ടിരിക്കുന്ന പൊടിയാണ്. അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് നമ്മൾ അരി പൊടിക്കത്തില്ലേ, ആ ഒരു തരിതരിപ്പോടെ ഇരിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പൊടിയൊക്കെ വരും. ഇത് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് 5 കിലോയുടെ കിറ്റാണ് കേട്ടോ ഇതിൽ വരുന്നത്. 5 കിലോ കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പ് പൊടിയും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന സോപ്പ് പൊടിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കിലോ മേടിച്ചിട്ട് കടയിൽ നിന്നും 1 കിലോ സോപ്പ് പൊടി മേടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം നമ്മളിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് പൊടി മേടിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്താ ഇത്ര റേറ്റ് കൂടാൻ കാരണം നിങ്ങൾ ഓഫറിന് ഇപ്പോൾ 1 കിലോ 99 അല്ലെങ്കിൽ 2 കിലോ 99 കിട്ടുമെങ്കിൽ അങ്ങനെ മേടിച്ച് ഉപയോഗിക്കുക. അതിനകത്ത് ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. വെയിറ്റ് തൂങ്ങാൻ വേണ്ടിയിട്ട് അവർ ഉപ്പിൻ്റെ അംശം കൂടുതൽ ചേർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ല നമ്മുടെ സ്ഥിരം മേടിക്കുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ ഈ സോപ്പ് പൊടി കൊണ്ടുള്ള ഉപയോഗം. ഇത് മണമാണ് കേട്ടോ. മണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല 5 കിലോ ആകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ഞാൻ 2 10 ml ബോട്ടിലും മണമാണ് കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഏരിയയിലുണ്ട് മണത്തിന്, സൺലൈറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ മണമൊക്കെ. നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നത് കുറച്ച് പാടാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമ്മൾ പാക്കറ്റിനകത്താണ് നമ്മൾ 1 കിലോ പാക്കറ്റാണ് കൊടുക്കുന്നത്. 1/2 കിലോ പാക്കറ്റ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ 1/2 കിലോ ആരും മേടിക്കാറില്ല. 1 കിലോ പാക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ സോപ്പ് പൊടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.